അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ സിന്ധി ബിരിയാണി. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമുക്ക് അതിലോട്ടേക്ക് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിന്ധി ബിരിയാണി മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ഒരു പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ടേക്ക് ഒരു 3 തക്കാളി 3 പച്ചമുളക് ഇട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം റൈസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. 2 മിനിറ്റ്സിന് ശേഷം അടിപൊളി സിന്ധി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി സിന്ധി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ പോയി ട്രൈ ആക്കിക്കോ ഗൈസ്. കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കും. സോ ബൈ ഗൈസ്.